ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിനീസ് കിച്ചൺ. ഇത് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. മാന്തൽ ഫിഷ് കൊണ്ടാണ് ഈ ഫ്രൈ ഉണ്ടാക്കുന്നത്. മാന്തൽ അല്ലെങ്കിൽ നങ്ക് എന്നൊക്കെ ഈ മീനെ പറയുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷാണിത്. തീർച്ചയായിട്ടും മാന്തൽ കാണുകയാണെങ്കിൽ എല്ലാവരും വാങ്ങിയൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണം. സൂപ്പറാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ മാന്തൽ തൊലിയൊക്കെ ഉരിഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ വിനാഗിരി, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ഇത് മീനിൻ്റെ 2 വശങ്ങളിലും നന്നായിട്ട് പുരട്ടി കൊടുക്കാം. ഇതുപോലെ മുഴുവൻ മീനിലും മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. നമുക്കിനി ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴത്തേക്കും മസാലകളൊക്കെ നന്നായിട്ട് മീനിൽ പിടിച്ച് കിട്ടും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കി വറക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ വറക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. ഇനി എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ മീനിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മറിച്ചിടാം. ഇനി ഈ സൈഡും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇപ്പം മീനിൻ്റെ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ മാന്തൽ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും മാന്തൽ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല്. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്.